ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വ്ളോഗിൽ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം കാണിക്കുന്നുണ്ട്. എന്താ ബിരിയാണിക്ക് ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ ബിരിയാണി തയ്യാറാക്കാം, അതും വളരെ സ്വാദിഷ്ടമായ രീതിയിൽ, അതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാനൊക്കെ പോയതും നമ്മുടെ ഷെഫ് ഷമീമിൻ്റെ 7th ലോഞ്ചിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കാതെ കാണാനാവുമെന്ന വിശ്വാസമുണ്ട്. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് ബിരിയാണി റെസിപ്പി കാണിക്കാം. എങ്ങനെയാണ് നമ്മൾ ബിരിയാണി വളരെ എളുപ്പത്തിൽ നമ്മുടെ ടൈമൊക്കെ ലാഭിക്കുന്ന രീതിയിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ തലേന്ന് രാത്രി തന്നെ സവാളയൊക്കെ തൊലി കളഞ്ഞ്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയൊക്കെ നന്നാക്കിയിട്ട് നമ്മൾ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക. ഞാൻ ഈയിടെയായിട്ട് ഇങ്ങനെ ഒരു ശീലം തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിറ്റേത്തെ ദിവസം എളുപ്പത്തിൽ ബിരിയാണി ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ചിക്കൻ കഴുകുക, അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ നമുക്ക് ഇറച്ചി കഴുകിയെടുക്കുക എന്നത് ഒരു ചെറിയ ടാസ്ക് ഒന്നുമല്ല, വലിയ ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അരിപ്പ പാത്രം ഉപയോഗിക്കുക. ചിക്കൻ കഴുകുമ്പോൾ അരിപ്പ പാത്രം അല്ലെങ്കിൽ സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നമ്മളിത് കഴുകിയെടുക്കുക. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളിലെ അഴുക്കും കാര്യങ്ങളൊക്കെ സിങ്കിലേക്ക് ഒഴുകി പോകാതിരിക്കാൻ ഇത് സഹായിക്കും. പിന്നെ നമ്മൾ കഴുകിയെടുത്ത ചിക്കൻ കഷ്ണങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഉപ്പും മറ്റ് മസാലപ്പൊടികളും ഒക്കെ നന്നായി ചേർത്ത് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് വെക്കുക. ഇത് നമുക്ക് തലേ രാത്രി തന്നെ ചെയ്യാവുന്നതാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ട വെള്ളമൊക്കെ നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കണം. സാധാരണ ഞാൻ 1-2 പ്രാവശ്യമാണ് അരി നന്നായി കഴുകുക. നമ്മുടെ നേരിയ അരി അല്ലെങ്കിൽ കുഞ്ഞരി എന്നൊക്കെ പറയുന്ന അരിയൊക്കെ 2 തവണ കഴുകിയാൽ തന്നെ മതിയാകും. അരി നന്നായി കഴുകിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നെയ്ച്ചോറ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അത്ര തന്നെ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പട്ടയും ഗ്രാമ്പുവും ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാള നുറുക്കിയതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. കറിവേപ്പില എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ, ഇത് നെയ്ച്ചോറിനൊരു പ്രത്യേക മണം സമ്മാനിക്കും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എത്രയാണ് അരി എടുത്തിട്ടുള്ളത് അതിനാവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിത് പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇപ്പം അരി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ഒന്നല്ല ചെയ്യുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് നിർത്തി വെച്ച് അടച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്.
ചോറിപ്പം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളായിക്കഴിഞ്ഞാൽ പിന്നെ സംഗതി വളരെ എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന സവാള എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞ് വെക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. പേസ്റ്റാക്കി എടുക്കുന്നതാണ് ബിരിയാണിക്ക് നല്ലത്. അപ്പോൾ ആ സവാളയൊക്കെ അരിഞ്ഞെടുത്തത് ഞാനൊരു പാനിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നന്നായി വഴന്ന് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർന്നിട്ടുള്ള ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തക്കാളി കൂടി ചേർത്തു. ഇനിയിപ്പം കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില ഇത്യാദി ഇലകളൊക്കെ ചെറുതായി നുറുക്കിയതും പിന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കനും ചേർത്തിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുത്താൽ മതി. അവസാനത്തെ ചേരുവയാണ് കേട്ടോ ഗരം മസാല. എപ്പോഴും ബിരിയാണി നല്ലൊരു മണവും നല്ലൊരു രുചിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരാവി വരും വരെ നമുക്ക് പാത്രം അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറ് ദമ്മിന് വെക്കുന്നത്. ചോറ് ദമ്മിടാനുള്ള ഒരുക്കം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പകുതി ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ബിരിയാണി പാത്രത്തിലെ പാതി ചോറിന് മുകളിലേക്കായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല നിരത്തി കൊടുക്കുക. എന്നിട്ട് മാറ്റി വെച്ച ചോറ് അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂവും കിസ്മിസും ഒക്കെ വറുത്തെടുത്തതുകൂടി ഇതിന് മുകളിൽ വിതറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മിന് വെക്കുക. ദമ്മിന് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ടൊന്ന് നന്നായി ആവി വരും വരേക്കും അടുപ്പത്ത് വെക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി വളരെ എളുപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് ബിഗിനേഴ്സിനും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, നല്ല രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരല്പം മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ നമുക്ക് എന്തായാലും ബിരിയാണി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ ബിരിയാണീൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്നോട് കമൻസിൽ അത് സൂചിപ്പിക്കാൻ മറക്കരുത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാനും ജാസ്മിനും ചേർന്നിട്ട് റിഫൂട്ടിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. റിഫൂട്ടി എൻ്റെ അനിയത്തിയുടെ മകളാണ്. അവൾക്ക് നല്ല സുഖമില്ലാന്ന് കേട്ടതുകൊണ്ട് തന്നെ കുഞ്ഞിനൊന്ന് കണ്ടേക്കാമെന്ന് കരുതിയിട്ട് ഞാനും ജാസ്മിനും ചെന്നതാണ് കേട്ടോ. ഇവിടെ ചെന്നപ്പോൾ റിഫൂട്ടി തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് എൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ അനിയത്തിയുടെ വീട്ടിലെത്തി ഞങ്ങളെല്ലാവരും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അനിയത്തി ചായയൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ റിഫൂട്ടിയാണ് ഇവിടെ ഇരുന്നിട്ട് ഉമ്മനെ സഹായിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും
മാസിന് വന്നിട്ടുണ്ട്. ഇന്ന് എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തു പോകാമെന്ന് കരുതിയ ദിവസമാണ്. അപ്പം ഞങ്ങൾ കണ്ണൂരേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അനിയത്തിയുടെ ഒരു ഫ്രണ്ടിനെ കാണാമെന്നും കൂടി കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. സന്ധ്യ ആവാറായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കണ്ണൂർക്ക് എത്തുമ്പോൾ. അതിനിടയിൽ മറുവാൻ ഇതാ ഇവിടെ ഒരു ഷീൻ ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് ലഡൂസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. വലിയ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് കുറച്ച് നേരം ഒന്ന് മാറി നിന്നതാണ് കേട്ടോ. ഞങ്ങൾ ഈ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതെല്ലാവരും കഴിക്കുന്നുണ്ട്. മാസി കൊടുക്ക് മറുവാനെ. മാസി അതാ എനിക്ക് ഇഷ്ടപ്പെട്ട ലഡു. അനക്കില്ലേ പറഞ്ഞ അങ്ങനെ വെച്ചിട്ട് പോക്കാം. തന്നെ ഞാൻ നേരെ നോക്കുന്നു ചെയ്തിട്ടല്ല. വെത്തിലപ്പള്ളി വെത്തിലപ്പള്ളി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അനിയത്തിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല പലഹാരവും ചായയൊക്കെ കുടിച്ച് വീടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് കുട്ടികളെയും കൂട്ടിയിട്ട് ടൗണിലേക്ക് ചെന്നിട്ടുണ്ട്. കുറച്ച് നാളായിട്ടോ ഞാൻ 7th ലോഞ്ചിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ യൂട്യൂബറായ ഷെഫ് ഷമീമ് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റെസിപ്പീസൊക്കെയാണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് നാളായിട്ട് ഗ്രിൽഡ് ഐറ്റംസ് കഴിക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. പോരാത്തതിന് എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നന്നായിട്ട് തോന്നിട്ടോ. അവിടുത്തെ ആംബിയൻസും നന്നായിട്ടുണ്ട്. മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നും കൂടി ഓർഡർ ചെയ്യും. അതത് ഒഴിക്കുമ്പോൾ പറയലല്ലേ ചേച്ചി. എൻ്റെ കൈ വിടടോ. പിന്നെ മക്കളൊക്കെ കൂട്ടി നമ്മളെല്ലാവരും പയ്യാമ്പലം ബീച്ചിൽ ചെന്നിട്ടുണ്ട്. അപ്പോഴേ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കടൽക്കാറ്റും കൊണ്ട് കുറേ നേരം ഇങ്ങനെ ബീച്ചിലും പരിസരത്തൊക്കെ നടന്നു. കുട്ടികൾക്ക് കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്നത്. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇതാ സംഭവ ബഹുലമായിട്ടൊരു ദിവസം തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരിലേക്ക് എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഇങ്ങക്ക് കിട്ടാൻ നോക്കിട്ട് ആക്കര് അപ്പൂസോട് വീഡിയോ എടുക്കാൻ അറിഞ്ഞത് ഒന്നും കാണുന്നില്ല. അടക്ക ഇതാക്കായിട്ട് തുറക്കായിട്ട്